നമ്മുടെ അടുത്ത് കുറേ കൂട്ടുകാർ ചോദിക്കാറുണ്ട് കേട്ടോ, ചേട്ടാ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് താമരച്ചെടി നടുക എന്നുള്ള. അപ്പോൾ അത് വളരെ സിമ്പിളാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകണം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിനകത്തേക്ക് ഇത് ചാണകപ്പൊടി ആട്ടോ, ചാണകപ്പൊടി ആട്ടുംകാട്ടം ഒരു പിടി എല്ലുപൊടിയും കൂടി ചേർത്ത ശേഷം നമ്മളൊന്ന് അതിൽ കല്ലും കഷ്ണമൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക കേട്ടോ, ഒന്ന് ജസ്റ്റ് ഒന്ന് ലെവലാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ എൻ്റെ കയ്യിൽ ഒരു കലവച്ചട്ടി ആയിരിക്കണേ, അപ്പം അതിൻ്റെ ഒരു അളവനുസരിച്ച് നമുക്ക് എടുക്കേണ്ടതാണ് കേട്ടോ. ശേഷം നമ്മളൊക്കെ അതേ അത്യാവശ്യം നല്ല രീതിക്ക് നമ്മൾ ഒപ്പാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ സാധാരണ മണ്ണാട്ടോ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇതിപ്പം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഗാർഡൻ സോയിലാണ്. ഗാർഡൻ സോയിൽ നമ്മൾ സാധാരണ വീട് മുറ്റത്തുണ്ടാകുന്ന മണ്ണ് തന്നെയാണ്. ചേറ് ഉപയോഗിക്കരുത്, കണ്ടത്തെ ചള്ളിയൊന്നും ഉപയോഗിക്കരുത്, ചിലപ്പോൾ പെട്ടെന്ന് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. നമ്മുടെ വീട് പൊളിച്ചതിൻ്റെ മണ്ണാണ് കേട്ടോ. അപ്പോൾ അതന്നെ ഞാൻ എടുത്തിരിക്കുന്നത്, കാരണം കുറച്ച് നല്ല പ്രോട്ടീനൊക്കെ ഉണ്ടാവുന്ന മണ്ണാണ്. അപ്പം വയ്ക്കുന്ന ചെടികളൊക്കെ നല്ല രീതിക്ക് വരുന്നുണ്ട് കേട്ടോ, കാരണം 60 വർഷം പഴക്കമുള്ള മണ്ണാണ് കേട്ടോ ഇത്. അപ്പം അത് തന്നെ ഞാൻ എടുത്തു കൊടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം ഒരു 3-4 ചട്ടി മണ്ണ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫുള്ളായിട്ട് ഇടരുത്, പോട്ടിൻ്റെ ഒരു 3/4 ഭാഗത്തോളം വേണം നമ്മൾ ഇട്ട് അതൊക്കെ ഒന്ന് ലെവലായി കൊടുക്കുക. അല്ലെങ്കിൽ കല്ല കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ എടുത്തു കൊടുക്കുക കേട്ടോ. അപ്പം ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമ്മൾ വലിയ ഫോഴ്സുള്ള വെള്ളമൊന്നും നമ്മൾ എടുക്കുന്നില്ല, നമ്മുടെ സാധാരണ ചെറിയ ഓസത്തെ വെള്ളം നമ്മൾ എടുക്കുന്നു കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഏകദേശം ഒരു 3/4 ഭാഗത്തോളമാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഫുള്ളായിട്ട് നമ്മൾ ഇടരുത്, ഒരു 3/4 ഭാഗത്തോളം മണ്ണ് നമ്മൾ ഇട്ട് കൊടുത്തൊന്ന് ഒപ്പാക്കി കൊടുക്കുക കേട്ടോ. കാരണം ഇപ്പം മണ്ണ് എവിടെയെങ്കിലൊക്കെ കറക്റ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ്, വെള്ളം ഒഴിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾക്ക് പോട്ടുകൾ പ്ലാസ്റ്റിക് പോട്ട് വെച്ചാൽ മതി. കുറേ പേര് സിമെൻറ്റ് പോട്ടിലൊക്കെ വെക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സിമെൻറ്റ് പോട്ട് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് റീപോട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതേപോലെ പ്ലാസ്റ്റിക് പോട്ടുകളിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. പിന്നെ കുറച്ചും കൂടി ചെറിയ പോട്ട് എടുക്കാം, വായ്വട്ടമുള്ള കുറച്ച് വലിയ പോട്ടും ഹൈറ്റ് ഇത്ര വേണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് ഹിന്ദിക്കാരൊക്കെ കൊണ്ടുതരുന്ന ഒരു ബ്ലാക്ക് കളർ പോട്ടുണ്ട്, അത് ഞാൻ കുറച്ച് മേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് അവൈലബിൾ അല്ല, അപ്പോൾ അത് ഞാൻ കുറച്ച് മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വെച്ചിട്ട് ലെവലാക്കി കൊടുക്കുക കേട്ടോ. അത്യാവശ്യം മണ്ണൊക്കെ നോക്കുക, മണ്ണൊക്കെ നോക്കിയ ശേഷം കല്ലൊന്നും ഇല്ലാത്ത രീതിയിൽ മാറ്റി കൊടുക്കുക കേട്ടോ. പിന്നെ ഇതേപോലെ ഒരു ചെറിയ റോസ് വെച്ചിട്ട് കുറച്ചൊന്ന് വെള്ളം, ഓസ് തന്നെ വേണമെന്നില്ല, നമുക്ക് ജസ്റ്റ് ഒരു കപ്പ് വെള്ളം ഒന്ന് മേലത്തോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം ജസ്റ്റ് ഉള്ളിലോട്ടൊക്കെ പോകുന്ന രീതിക്ക് വേണം അത് നമ്മൾ കൊടുക്കാനായിട്ട്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ കുറച്ച് ഹോൾസൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. കണ്ടില്ല, ജസ്റ്റ് കുഴമ്പ് രൂപത്തിലാക്കി കൊടുക്കുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് വേര് പിടിക്കുന്ന സാധനങ്ങളൊക്കെ അല്ല, അപ്പം പെട്ടെന്ന് വേര് ഓടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ജസ്റ്റ് ഒന്ന് കൈവച്ചൊന്ന് എല്ലായിടത്തേക്കും പോകുന്ന രീതിക്ക് വെള്ളം ഉള്ളിലേക്കൊക്കെ ഇറങ്ങുന്ന രീതിക്ക് വേണം ആക്കി കൊടുക്കാനായിട്ട്. അതല്ലെങ്കിൽ ബബിൾസ് ഉണ്ടായാൽ ചിലപ്പോൾ മണ്ണൊക്കെ ഇളകി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ട്യൂബർ പൊങ്ങിപ്പോകാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമ്മൾ കൈവച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഹോൾസൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, വരഞ്ഞു കൊടുക്കുക, ഉള്ളിലോട്ടൊക്കെ പോകുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കുറേ കൂട്ടുകാർ നമ്മുടെ ചാനലിൽ കാണുന്നുണ്ട്. അപ്പം എല്ലാവരും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം, ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്യുക കേട്ടോ. പിന്നെ നമ്മളിതിൻ്റെ ട്യൂബേഴ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ട്യൂബർ എടുക്കുന്ന വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതും കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ട്യൂബേഴ്സ് കണ്ട ആൾക്കാർ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി, നമ്മൾ ട്യൂബേഴ്സ് DTDC വഴി അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം ഏകദേശം നമ്മുടെ ഇതൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല വലിയ ട്യൂബറായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ട്യൂബർ എപ്പോൾ കിട്ടുമ്പോഴും അതിനകത്ത് കുറേ ബ്ലാക്ക് കളറിലുള്ളൊരു സാധനങ്ങളുണ്ടാവും, അതൊക്കെ നമ്മളൊന്ന് കളഞ്ഞു കൊടുക്കുക കേട്ടോ. കാരണം അത് പെട്ടെന്ന് ചീഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ട്യൂബർ നടുമ്പോൾ ചീഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ബ്ലാക്ക് കളറുള്ള സാധനമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് മാറ്റി കൊടുക്കുക. ശേഷം നമ്മുടെ പോട്ടിൻ്റെ സൈഡിലൂടെ ഒന്ന് കൈ വെച്ചൊന്ന് വരഞ്ഞു കൊടുക്കാം. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ട്യൂബർ ഒരുപാട് ഉള്ളിലോട്ട് പോകാനും പാടില്ല, എങ്കിൽ ഒരുപാട് മേലോട്ട് വരാനും പാടില്ല. അതിൻ്റെ ആ ഗ്രോ ടിപ്പൊക്കെ മുകളിലോട്ട് നിൽക്കണം കേട്ടോ. പുതിയ ലീഫ് എന്ന ഗ്രോ ടിപ്പാണ് അതിൻ്റെ പേര് പറയുക. അപ്പോൾ അതൊക്കെ ഒന്ന് മുകളിലോട്ട് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ എന്താ പറയുക തട്ട് കൊടുക്കാനായിട്ട്. ഒരുപാട് ഉള്ളിലോട്ട് വെച്ച് കൊടുക്കരുത്, ഒരുപാട് താഴത്തോട്ടും വെക്കരുത്, ഒരുപാട് മേലോട്ടും വെക്കരുത്. പിന്നെ ഇതേപോലെ ഒരു ലീഫ് വലിച്ചിട്ട് നമ്മുടെ പോട്ടിൻ്റെ ഏതെങ്കിലും സെൻട്രൽ ഭാഗത്തേക്ക് നമ്മൾ ട്യൂബർ വെച്ചതല്ലാത്ത ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ വെള്ളം അങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇത് വെക്കണമെന്നൊന്നുമില്ല, കാരണം ഇത് വെക്കുന്നത് നമ്മൾ ചിലപ്പോൾ ഇത് വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ വെള്ളം ക്ലീൻ ആയിരിക്കില്ല, 2 ദിവസം കഴിയും. അപ്പോൾ നമ്മളിതേ കണ്ടില്ലേ, ഇത്രയും ക്ലീനായി കിട്ടും നമുക്ക് വെള്ളം. ഈ ലീഫ് വെക്കുന്നതുകൊണ്ടാണ് ഇത്രയും ക്ലീനായി കിട്ടുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഒരു ചളി രൂപത്തിലേക്കും കിട്ടുക. ചളി രൂപത്തിലായാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ലീഫ് വരുന്നുണ്ടോ ഇല്ലെന്നൊക്കെ അറിയണമെങ്കിൽ ഇങ്ങനത്തെ തെളിഞ്ഞ വെള്ളം കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം. ബൈ ബൈ.